Hi everyone. ഇന്ന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സബ്ജക്റ്റിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. So before we start, let me ask you a question. Is digital marketing and social media marketing the same? The answer is no. ഡിജിറ്റൽ മാർക്കറ്റിംഗും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൽ വരുന്ന ഒരു സബ്സെറ്റ് മാത്രമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാം SMM ഇസ് എ പില്ലർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ടെക്നോളജിക്കൽ എറയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ അല്ലെ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. Social media is nothing but it's an online platform where you are transferring and sharing the information. അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ക്വിക്ക് ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി ചെയ്യുന്നുണ്ട്. Now what is social media marketing? ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്താ അറിയാം, മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എന്താ അറിയാം. So we are combining this both, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ social media marketing involves using social media platforms to promote products, services or brands. Simple അല്ലെ. അതായത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അറിയാം. ഫേസ്ബുക്ക് അല്ലെ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ, ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ആർ ദേർ. അപ്പൊ ഇത് മാർഗം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ പ്രോഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇറ്റ് ലെവറേജസ് വെബ്സൈറ്റ്സ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ് ടു റീച്ച് ആൻഡ് എൻഗേജ് വിത്ത് ടാർഗറ്റ് ഓഡിയൻസ്, ഡ്രൈവ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് ഇൻക്രീസ് സെയിൽസ്. അപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഈ SMM വഴി. അതിലൂടെ അവർക്ക് ഒരു നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും ആൻഡ് ദാറ്റ് ഈസ് ബൂസ്റ്റിംഗ് ദ സെയിൽസ്. സോ ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു മീനിങ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു കോണ്ടന്റ് ക്രിയേഷൻ, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, പിന്നെ കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ വി മൂവ് ഓൺ ടു ഫർദർ, ലെറ്റ് മീ ഷോ യു എ വീഡിയോ. ഇത് നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബോയ് ആണ്, ഒരു നിങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ബോയ് ആണ്, അൻഫാൽ നൌഷാദ്. സോ ദിസ് ഇസ് എ സ്മോൾ സ്നിപ്പെറ്റ് ഓഫ് ഹിസ് വീഡിയോ, യു ക്യാൻ വാച്ച് ഇറ്റ്. താങ്കൾ എപ്പോഴാണ് ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങി? താങ്കൾ എപ്പോഴാണ് ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുന്നത്? എപ്പോഴായിരുന്നു? ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് ഏകദേശം 14 വയസ്സിലാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ ആദ്യത്തെ എത്ര രൂപ കയ്യിലുണ്ട്? 150 രൂപ വെച്ച് എവിടെ സാധനം ഒരു ഹോൾസെയിൽ വാങ്ങിച്ചു? ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചു. അപ്പൊ ഈ പൈസ വെച്ചിട്ട് വീണ്ടും ബ്ലോഗേഴ്സിന് പോയി? വീണ്ടും ഈ പൈസ വെച്ച് ബ്ലോഗേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമുക്കൊരു 500 എൻക്വയറി വരാറുണ്ട്. അങ്ങനെ 500 എൻക്വയറിന്ന് ഏകദേശം ഒരു 100 ഓർഡേഴ്സ് കിട്ടി. അങ്ങനെ 3 മാസം വെച്ചിട്ട് 10,000 വരെ പോകും. 10,000 രൂപ കൈ കിട്ടി. അങ്ങനെ ഇനി ലോക്കൽ സോഴ്സിങ് വേണ്ട എന്ന് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. ഓൺലൈനിൽ തട്ടിപ്പിടിച്ച് ഒരു ആളെ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ അയാൾക്ക് 10,000 അയച്ചു. പറ്റിച്ചു. പശു ഒരു വലിയൊരു ലോകം. അയാള് പ്രമോഷൻ ചെയ്ത് തന്നിട്ട് വലിയൊരു സീൻസിലേക്ക്, കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ സീൻസിലേക്ക് ഒറ്റ ദിവസം തന്നെ നമുക്ക് 1000 പേരിലേക്ക് അതൊക്കെ ഒറ്റയ്ക്ക്. പിന്നെ ഓർഡേഴ്സ് കൂടിയപ്പോൾ സ്റ്റാഫ്സിനെ വെച്ചു. ഇന്നിപ്പോ എത്ര എംപ്ലോയീസ്? ഇന്ന് 8 എംപ്ലോയീസ് ആരൊക്കെയാണ്? എല്ലാം ബേഗറാണ്. 5 MBA. സോ ഇപ്പൊ നിങ്ങൾ അൻഫാൽ നൌഷാദിന്റെ ഒരു വീഡിയോ ആണ് കണ്ടത്. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഈ ഒരു ബോയ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഇറ്റ്സ് വെരി എവിഡന്റ് ഫ്രം ഹിസ് ഇന്റർവ്യൂ. അപ്പൊ ഇവിടെ എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്,
വളരെ കുറഞ്ഞ പൈസക്ക് ഒരു റീറ്റെയിൽ സ്റ്റോർ വരെ തുടങ്ങാതെ എവറിത്തിങ് ഹി ഡിഡ് ത്രൂ ഓൺലൈൻ. ആൻഡ് ഇവിടെ ഇറ്റ് ഇസ് എവിഡന്റ് ഹി ഹാസ് യൂസ് ദ ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വ്ളോഗർ കാരണം, ഒരു ഫേമസ് ആയിട്ടുള്ള വ്ളോഗർ കാരണം എത്രത്തോളം സെയിൽസ് ആണ് അവർക്ക് ബൂസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇറ്റ്സ് വെരി എവിഡന്റ് ഫ്രം ദിസ്. അപ്പൊ ഇങ്ങനെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ കഴിയും SMMന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോ ബിഫോർ വി മൂവ് ഓൺ ടു ദാറ്റ്, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒരുപോലെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ ഒരുപോലെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ദ ആൻസർ ഡിപ്പെൻസ് അല്ലെ. നിങ്ങൾക്ക് യെസ് പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ബട്ട് ഐ വുഡ് സേ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു പ്രൊമോട്ട് യുവർ ബ്രാൻഡ് ഇൻ ദാറ്റ് social media platform where your audience is most active. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 3 പ്ലാറ്റ്ഫോംസ് എടുക്കാം. ഫേസ്ബുക്ക്, ട്വിറ്റർ ഓർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡിൻ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഫേസ്ബുക്കിൽ കൂടുതലും ഒരു കുറച്ചും കൂടി ഓൾഡർ ജനറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വെൻ കമ്മിങ് ടു ഇൻസ്റ്റാഗ്രാം, നിങ്ങളെ പോലത്തെ ഒരു യങ്ങർ ജനറേഷൻ ആണ് അവിടെ കൂടുതലും ആക്റ്റീവ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ ഫേസ്ബുക്ക് ഉണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ട് അതിലുണ്ട്, ഇൻസ്റ്റ ഉണ്ട്, നിങ്ങൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ട് പറയും. ബട്ട് വെർ ആർ യു മോസ്റ്റ് ആക്റ്റീവ്? ഡെഫിനറ്റ്ലി ഐ വുഡ് സേ യു ആർ മോസ്റ്റ് ആക്റ്റീവ് ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ എന്റെ പ്രോഡക്റ്റിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഐ ഷുഡ് പേ മോർ അറ്റൻഷൻ ഇൻ ടു ഇൻസ്റ്റാഗ്രാം. Okay, I can do marketing and promotion in other platforms as well, but I should focus more attention on Instagram. If my product or brand is focusing on business, കുറച്ചും കൂടി professionals ആണ്, maybe a B2B model or business to business model ആണെങ്കിൽ, then I should use a LinkedIn platform. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏറ്റവും ആക്റ്റീവ് ആയിട്ട് കിടക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. Now let's move on to the features. First thing is direct communication. It's very simple. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇന്റർമീഡിയറീസിന്റെയും ആവശ്യം വരുന്നില്ല, ഇവിടെ ഒരു ഹോൾസെയിലറോ റീറ്റെയിലറോ ഒന്നും വരുന്നില്ല. We can promote our brand directly through contents with our prospective customers. പിന്നെ രണ്ടാമത് എന്താണ് വരുന്നത്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രഡീഷണൽ വേയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരുന്നില്ല. വി ഡോണ്ട് നീഡ് ടു സ്പെൻഡ് ഓൺ പ്രിന്റിംഗ് ഓർ എനി അതർ കൈൻഡ് ഓഫ് അഡ്വർടൈസിംഗ് അല്ലെ. എല്ലാം നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ചെയ്യാണ്. റിലേറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ലോ കോസ്റ്റ്. പിന്നെ മൂന്നാമത് വരുന്നുണ്ട്, വൈഡ് ആയിട്ടുള്ള ഒരു റീച്ച് കിട്ടുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ക്യാമ്പയിൻസ് നടത്താറുണ്ട്. ഇപ്പം ഡോവിന്റെ ദ സെൽഫി ടോക്ക് ക്യാമ്പയിൻ അല്ലെ, അതൊക്കെ വൈഡ് ആയിട്ടുള്ള റീച്ച് ആണ്. കാരണം നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ മാത്രമല്ല, ഇറ്റ് ഇസ് ജിയോഗ്രഫിക്കലി വൈഡ് സ്പ്രെഡ്. ഒരുപാട് ലോകത്തെ എമ്പാടുമുള്ള ജനങ്ങൾ നമ്മുടെ കോണ്ടന്റ് കാണാണ്. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റീച്ച് കാണാൻ കഴിയും. ദെൻ കംസ് റിയൽ ടൈം ഫീഡ്ബാക്ക് അല്ലെ. എന്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റാർബക്സ് ഒരു പുതിയ ഡ്രിങ്ക് അവർ ലോഞ്ച് ചെയ്യാണ്. Definitely they will look at what is the customer's feedback on Instagram or in Facebook platform. According to this feedback, our flavor successful ആണോ, or should they make any adjustments or modifications, അവർ accordingly അവർ പ്ലാൻ ചെയ്യും. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ച് ഫീഡ്ബാക്ക് കിട്ടും. Then some advanced features are targeted advertising. So ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ഇപ്പം if it is youngsters, we can accordingly create our content and focus on that particular platform. ഏത് പ്ലാറ്റ്ഫോം ആണ് അവര് മാക്സിമം യൂസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കൊണ്ടുപോയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസിങ് നടത്താൻ സാധിക്കും. Then comes content variety. നമുക്ക് വെറൈറ്റി ഓഫ് കോണ്ടന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇമേജസ്, ഇറ്റ് ക്യാൻ ബി റീൽസ്, വീഡിയോസ്, ലൈക്ക് ഇൻഫോഗ്രാഫിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നൈക്കിയുടെ ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിയാൽ തന്നെ യു ക്യാൻ സീ ഇമേജസ്, ദർ ആർ ലോട്ട് ഓഫ് റീൽസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, അവരൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രൊമോഷൻ നടത്തുന്നത്. അപ്പം ഇതൊക്കെ എന്താണ്, കോണ്ടന്റ് ഇസ് വെറൈറ്റി. നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് കോണ്ടന്റ്സ് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സെൻഡ് ചെയ്യാൻ കഴിയും.
ദെൻ കംസ് അനലിറ്റിക്സ് അല്ലെ, നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് പേജ് ആണുള്ളതെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് യു ഗെറ്റ് ഓൾ ദ അനലിറ്റിക്സ് അല്ലെ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് വ്യൂസ് ഉണ്ട്, അതുപോലെ എവറി യുവർ പെർഫോമൻസ് യു ക്യാൻ മോണിറ്റർ. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും അതിലൂടെ നടക്കുന്നുണ്ട്. Now, what are the advantages of social media marketing? First, you can say it increases brand awareness. നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾ അറിയാണ്. They are becoming aware of it. Then comes builds customer loyalty. നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഇതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പം സ്പോട്ടിഫൈയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, സ്പോട്ടിഫൈ റാപ്ഡ്. What are they aiming through this? It was just to make their customer feel valued. അപ്പൊ കസ്റ്റമേഴ്സിന് അവർ വാല്യൂഡ് ആണ് ഫീൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി they will coordinate with us. നമ്മുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ അതൊരു വലിയൊരു ഘടകമായിരിക്കും. Then comes improves website traffic. അല്ലെ, നമ്മളിപ്പോ ഒരു ഇൻസ്റ്റയിൽ ഒരു പേജ് നമ്മൾ എടുത്തു, അപ്പൊ നമ്മൾ അവിടെ നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ വി ക്ലിക്ക് ഓൺ എ ലിങ്ക് ആൻഡ് വാട്ട് ഹാപ്പൻസ്, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും അത് പോകുന്നുണ്ടാകുക. അവിടെ എന്താണ് നടക്കുന്നത്, നമ്മുടെ കമ്പനി വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് നമുക്ക് കൂട്ടാൻ കഴിയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ വെബ്സൈറ്റ് ട്രാഫിക്. Then enhances customer satisfaction. What is happening through all this? Customers എന്താണ് കൂടുതലും സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറാണ്. Now some additional benefits are it is supporting market research. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് എന്താ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. And ultimately നമുക്ക് കിട്ടുന്നത് എന്താണ്, it is boosting our sales. Now we are moving on to this topic, content creation and content optimization. So what is meant by content creation? It is involving developing various forms of content to engage an audience, promote a brand or deliver a message. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, പല ടൈപ്പ് ഓഫ് കോണ്ടന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ സർവീസിന്, നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈഡ് വെറൈറ്റി ഓഫ് കോണ്ടന്റ് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ് ഉണ്ട്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. ടെക്സ്റ്റ് ബേസ്ഡ് കോണ്ടന്റ്. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ വരുന്നത്, ബ്ലോഗ് സ്പോർട്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ബ്ലോഗ്സ് ഉണ്ടാകും, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇ ബുക്സ്, ന്യൂസ് ലെറ്റേഴ്സ്, ഇതൊക്കെ ടെക്സ്റ്റ് ബേസ്ഡ് കോണ്ടന്റ് ആണ്. വാട്ട് കംസ് നെക്സ്റ്റ്, വിഷ്വൽ കോണ്ടന്റ്. വിഷ്വൽ കോണ്ടന്റിൽ വരുന്നതാണ് ഇൻഫോഗ്രാഫിക്സ്. ഇൻഫോഗ്രാഫിക്സ് മീൻസ് നമ്മൾ ഒരു ഒരുപാട് ഡേറ്റ നമ്മൾ റീഡ് ചെയ്യുന്നതാണോ നമുക്ക് ഇഷ്ടം, അതോ നമുക്ക് അതൊരു പിക്ചറൈസ്ഡ് ഫോമിൽ കാണുന്നതാണോ ഇഷ്ടം? ഡെഫിനറ്റ്ലി നമുക്ക് പിക്ചറൈസ്ഡ് ഫോമിൽ കാണാന്. ദാറ്റ് ഈസ് മോർ വിഷ്വലി അപ്പീലിംഗ്. അങ്ങനെ ഒരു ഡേറ്റയെ നമ്മൾ വിഷ്വൽ ഫോമിലേക്ക് മേ ബി എ ചാർട്ട് ഒരു ഡയഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇൻഫോഗ്രാഫിക്സ്. ദെൻ ഇമേജസ്, വീഡിയോസ്, ജിപ്സ്, ഇതൊക്കെ എന്താണ്, വിഷ്വൽ കോണ്ടന്റ് ആണ്. Now there are more types of content like audio content. ഇപ്പൊ നമ്മൾ പലരും ചെയ്യുന്നതാണ്, നമ്മൾ എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്. Then audio books. Now some interactive contents are quiz, surveys, നമ്മൾ യൂട്യൂബിലൊക്കെ പോൾസ് കാണാറുണ്ട്. So these are the different types of content. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്ന ഏരിയ ആണ് കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ. സോ വാട്ട് ഈസ് കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ? So content optimization refers to the process of improving content to ensure it reaches the intended audience, performs well in search engines and engages users effectively. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ നമ്മുടെ കോണ്ടന്റിന് എന്ത് ചെയ്യാണ്, ഇംപ്രൂവ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? സോ ഇറ്റ് റീച്ചസ് അവർ ടാർഗറ്റഡ് ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിലേക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കോണ്ടന്റ് എത്തണമെങ്കിൽ there should be certain specific features for it. അപ്പൊ നമ്മൾ ആ കോണ്ടന്റിനെ അക്കോർഡിംഗ്ലി ഇംപ്രൂവ് ചെയ്യാണ്. അത് നന്നായിട്ട് സെർച്ച് എൻജിൻസിലൊക്കെ ഫങ്ഷൻ ചെയ്യാനും നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് അത് എത്താനും വേണ്ടിയിട്ട്. Okay, so how you can do content optimization? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ content optimization ചെയ്യാം? First is SEO. SEO stands for search engine optimization. അപ്പൊ എന്താണ് search engine optimization? It's a keyword research എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താണ് നടക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം,
we have to search or we have to discover the phrases or words that our customers are frequently using. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് സ്ഥിരമായിട്ട് സെർച്ച് ചെയ്യുന്ന വേർഡ്സും ഫ്രേസസും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിസ്കവർ ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു ബേക്കറി നടത്തുന്നുണ്ട്. Okay, and I want to know what are my customers' words or phrases that are using to search. അവർ frequently use ചെയ്യുന്നത് എന്താ? And I discovered that അവർ frequent ആയിട്ട് use ചെയ്യുന്നത് maybe the most delicious chocolate cake or the cupcakes near me. ഇതൊക്കെയാണ് അവർ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ലെങ്കിൽ phrases. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? After discovering that, I should try to include these words in my content. എന്റെ കോണ്ടന്റിൽ ഞാൻ ഈ കീവേഡ്സ് ഞാൻ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പൊ എന്ത് നടക്കും? അവര് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്റെ കോണ്ടന്റ് അവരുടെ സെർച്ച് ലിസ്റ്റിൽ വരും. സോ വാട്ട് ഹാപ്പൻസ്? അപ്പൊ അവർ ക്ലിക്ക് ചെയ്യുന്നു, അതിലൂടെ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു. സോ വി ആർ ഏബിൾ ടു റീച്ച് ആർ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ SEO ഇസ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഫോർ കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഇംപ്രൂവ് ചെയ്യാനല്ലേ കോണ്ടന്റ്. അപ്പൊ SEO ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമ്മുടെ കോണ്ടന്റിനെ ബെറ്റർ വേയിൽ എത്തിക്കാൻ സാധിക്കും. Then what comes next? User experience. യൂസർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കോണ്ടന്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം, റീഡബിലിറ്റി ഉണ്ടാവണം. റീഡബിലിറ്റി വെച്ചാൽ നമ്മൾ എന്താ പാരഗ്രാഫ് ആക്കുക, അല്ലെങ്കിൽ വി കൻ യൂസ് ഡിഫറെന്റ് കളേഴ്സ്, ബുള്ളറ്റ്സ് യൂസ് ചെയ്ത് റീഡബിൾ ഫോമിലാക്കുക. ആൻഡ് വാട്ട് നെക്സ്റ്റ്? പേജ് സ്പീഡ്. ഒരു സംഭവം ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? കസ്റ്റമേഴ്സ് അതിന് മെനക്കെടാൻ നിൽക്കില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്? സ്പീഡ് കൂട്ടണം, ഡൗൺലോഡ് അല്ലെങ്കിൽ ലോഡിംഗ് ടൈം ഒക്കെ നമ്മൾ എന്താക്കണം? ക്വിക്ക് ആക്കാൻ നോക്കണം. Then what happens next? Engagement. Always we should try to make an engagement with the customers. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പലിംഗ് ഹെഡ്ലൈൻസ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അല്ലെ, നമ്മൾ പല വീഡിയോസിന്റെയും നമുക്കാണെങ്കിൽ വളരെ കാച്ചി ആയിട്ടുള്ള ക്യാപ്ഷൻസ് കാണാൻ കഴിയും. എസ്പെഷ്യലി ഒരു ഫിലിം ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ യു ക്യാൻ സീ സച്ച് കൈൻഡ് ഓഫ് വെരി കാച്ചി ഹെഡ്ലൈൻസ്. നമുക്ക് എന്ത് തോന്നും? അത് പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ we have to use such compelling ആയിട്ടുള്ള ഹെഡ്ലൈൻസ്, വളരെ അട്രാക്റ്റീവ് ആൻഡ് കാച്ചി ആയിട്ടുള്ള ഹെഡ്ലൈൻസ് യൂസ് ചെയ്യാൻ നോക്കണം. പിന്നെ എന്താ? കോൾ ടു ആക്ഷൻ. കോൾ ടു ആക്ഷൻ എന്ന് വെച്ചാൽ ത്രൂ ദിസ് കോണ്ടന്റ് നമ്മൾ അവരുടെ കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്ന് ഒരു ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കോണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരത് വായിച്ചു കഴിഞ്ഞാൽ മേ ബി സം ആക്ഷൻ ദേ ഷുഡ് ടേക്ക്, മേ ബി ടു ബൈ or to subscribe or to comment or to share അല്ലെ? അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ദാറ്റ് ഇസ് കോൾ ടു ആക്ഷൻ. ആൻഡ് സോഷ്യൽ ഷെയറിംഗ്. സോഷ്യൽ ഷെയറിംഗ് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു റീല് പോസ്റ്റ് ചെയ്യും, അവർ പറയും നിങ്ങൾ ഇത് സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. വാട്ട് ഇസ് ഹാപ്പനിങ്? ഷെയറിംഗ് ഇസ് ഹാപ്പനിങ്. സോ അങ്ങനെ ഒരു സോഷ്യൽ ഷെയറിംഗിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോണ്ടന്റ് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കും. Then the content should be relevant. നമ്മുടെ കോണ്ടന്റ് എങ്ങനെയായിരിക്കണം? ടാർഗറ്റ് ഓഡിയൻസിന് റെലവെന്റ് ആയിട്ടുള്ള ഫ്രഷ്. ഇറ്റ് ഷുഡ് ബി അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. നമ്മുടെ കോണ്ടന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വെറൈറ്റി ഓഫ് മൾട്ടിമീഡിയ ലൈക്ക് ഇൻഫോഗ്രാഫിക്സ്, വീഡിയോ, ഇമേജസ്, എനിത്തിങ് യു ക്യാൻ യൂസ്. അപ്പൊ മൾട്ടിമീഡിയ ഇന്റഗ്രേഷനിലൂടെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ കഴിയും നമ്മുടെ കോണ്ടന്റിനെ. So in these ways you can optimize your content. ഇതാണ് content optimization എന്ന് പറയുന്നത്. So with that we have come to an end. So let's just recap what we have learned. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് SMM. SMM എന്ന് പറയുന്നത് social media marketing. In simple words it is we are using the social media platforms to promote our product or brand or the services അല്ലെ? അപ്പം ഇത് എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഒരു പില്ലർ ആണ്, ജസ്റ്റ് സബ്സെറ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് എ മച്ച് വൈഡർ ടേം. പിന്നെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് നോക്കി, അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കി. പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്ത ഏരിയ ആയിരുന്നു കോണ്ടന്റ് ക്രിയേഷൻ. അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ്സ് എന്തൊക്കെ നോക്കി. ആൻഡ് ദെൻ വി ഫൈനലി ലുക്ഡ് ഇൻ ടു വാട്ട് ഇസ് content optimization. I hope this video was very useful and interesting for you. Thank you all.